പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാം വായന ആരംഭിക്കുന്നത് സമൃദ്ധമായി ഫലം നൽകുന്ന ഒരു മുന്തിരിച്ചെടിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ഫലമേറുന്നതനുസരിച്ച് അവൻ ബലിപീഠങ്ങളും വർദ്ധിപ്പിച്ചു. ഒന്നാം വായന അവസാനിക്കുന്നത് തരിശു നിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. പ്രതിവചന സങ്കീർത്തനത്തിൽ അത് തന്നെ നമ്മൾ വായിക്കും, നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം തേടുവിൻ. സുവിശേഷത്തിൻ്റെ അവസാനത്തിലുള്ള വചനം ഇപ്രകാരമാണ്, നിങ്ങൾ പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. എല്ലാം കൂടിയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ശരിക്കും എവിടെ ക്രിസ്തു നഷ്ടപ്പെട്ടോ, എവിടെ ക്രിസ്തുവിനെ കാണാനാവുമോ അവിടെ നിന്ന് അവിടുത്തെ തിരിച്ചെടുക്കാനായിട്ടുള്ള, അന്വേഷിച്ച് കണ്ടെത്താനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് മനസ്സിലാവും. ശരിക്കും ഇങ്ങനെ കസ്തൂരിമാനിനെയൊക്കെ കുറിച്ച് പറയുന്നത് പോലെ ഈ സുഗന്ധം എവിടെയാണെന്ന് അറിയാതെ അലഞ്ഞലഞ്ഞ് തീർക്കുന്ന ഒരു ജീവിതം. ഉള്ളിൽ ക്രിസ്തു നിറഞ്ഞിരുന്നിട്ട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്തകളിൽ അലഞ്ഞു നടക്കുന്ന മനുഷ്യർ. നമ്മുടെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയണത് ക്രിസ്തുവിൻ്റെ സുഗന്ധം ഉള്ളിലുണ്ടായിട്ട് അത് അനുഭവിച്ചിട്ട് നമ്മളിപ്പോഴും ഇങ്ങനെ അലഞ്ഞു കിടക്കുക. കുറച്ചുകൂടിയൊക്കെ വലിയ സന്തോഷത്തിന് വേണ്ടി അത് കിട്ടുമെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം തേടുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണ്. ഇതെവിടെ അന്വേഷിച്ചാൽ കിട്ടുമെന്നുള്ളത് ഈ കസ്തൂരിമാനിനെ പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളേ. അത് തന്നെ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ മറന്നുപോയി, തിരിച്ചു വാ. ഈയൊരു കുടുംബത്തിലുണ്ടായിരുന്ന, ആദ്യകാലത്തുണ്ടായിരുന്ന പ്രാർത്ഥനകളുടെ തീക്ഷ്ണതയൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തോട് ഒരുമിച്ച് ഒപ്പമുള്ള പള്ളിയിലേക്കുള്ള യാത്രയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, വേറൊരിടത്തും അന്വേഷിച്ച് അലഞ്ഞു നടക്കണമെന്നില്ല. മനുഷ്യസ്നേഹി എന്ന പുസ്തകത്തിൽ ഒരിക്കൽ വായിച്ച ഒരു കുഞ്ഞ് ഹൈക്കു കഥ പോലുള്ളൊരു കഥയുണ്ട്. ഒരാൾ ഗുരുവിനെ അന്വേഷിച്ച് അലയുന്നു. കുറേ നാളുകളായിട്ട് അയാൾ അന്വേഷിച്ച് നടക്കുന്നു. അവസാനം ഒരു സന്യാസിയെ കണ്ടെത്തുന്നു. അയാൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ഗുരുവിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തും. ഈ ഗുരുവിനെ നീ കണ്ടെത്തുമ്പോൾ അയാൾ കയ്യിലൊരു വിളക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. അയാളുടെ ഒരു കാലിലെ ചെരുപ്പുണ്ടാവുള്ളൂ. അയാളിങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന നേരത്ത് ഒരു പാതിരാത്രി അയാൾ വീട്ടിൽ ചെന്ന് മുട്ടുമ്പോൾ അയാളുടെ വരവാണെന്നറിഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ വാതിലും തുറന്ന് അയാളെ സ്വീകരിക്കാനായിട്ട് മുറിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടിയിറങ്ങുന്നൊരു നിമിഷമാണ്. അമ്മയുടെ കയ്യിൽ ഇങ്ങനെ വിളക്കുണ്ട്. ചാടിയിറങ്ങിയ സമയത്ത് ഒരു കാലിലെ ചെരുപ്പഴിഞ്ഞു പോകുന്നുണ്ട്. അയാൾ കാണുന്ന കാഴ്ച കയ്യിൽ വിളക്കം പിടിച്ച് ഒറ്റക്കാലിൽ ചെരുപ്പുമായിട്ട് അമ്മ നിൽക്കുന്നതാണ്. പെട്ടെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്, നിൻ്റെ ഗുരുവിനെ നീ കണ്ടെത്തും, അയാളുടെ കയ്യിലൊരു വിളക്കുണ്ടായിരിക്കും, ഒറ്റക്കാലിലെ ചെരുപ്പുണ്ടാവുള്ളൂ. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന വലിയ വെളിച്ചം തിരിച്ചറിയാതെ ഇങ്ങനെ ഗുരുവിനെ അന്വേഷിച്ചലയുന്ന മനുഷ്യരെ കണക്ക് ഉള്ളിലുണ്ടായിരുന്ന ക്രിസ്തുവിനെ, വീടകങ്ങളിലുണ്ടായിരുന്ന ക്രിസ്തുവിനെ ഇങ്ങനെ നമ്മൾ കാണാതെയും അനുഭവിക്കാതെയും പലയിടങ്ങളിലായിട്ട് പലഞ്ഞു കണ്ടൊക്കെയാണ്. ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ആയിട്ടതാണ്. അത് നമ്മുടെ ആദ്യകാല ജീവിതങ്ങളിൽ തന്നെ ഉണ്ടെന്നേ. ആ കർത്താവിനെ അന്വേഷിച്ചിറങ്ങാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകും. നമുക്ക് നഷ്ടപ്പെട്ടു പോയിടത്ത് അവനെ തിരഞ്ഞു കണ്ടെത്തുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. യൗസപിതാവും മാതാവും ഈശോയെ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയ സമയത്ത് അന്വേഷിച്ച് തിരികെ പോകുന്നത് ദേവാലയത്തിലേക്ക്. അവിടെ വെച്ച് അവരവനെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എവിടെ നഷ്ടപ്പെട്ടോ അവിടെ വെച്ച് ക്രിസ്തുവിനെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. കർത്താവെ, എവിടെയൊക്കെയോ വെച്ച് അങ്ങയെ നഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾക്ക് അങ്ങയെ തിരികെ വേണം. അതിനായി എവിടെയാണോ
ഞങ്ങൾ മനസ്സുറപ്പിക്കേണ്ടത് ഞങ്ങളുടെ വീടകങ്ങളിലെ പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യകാല സുഹൃതങ്ങളിലേക്കൊക്കെ ഇങ്ങനെ മനസ്സുറപ്പിച്ച് അങ്ങയെ കണ്ടെത്താനായിട്ടുള്ള കൃപയും ഭാഗ്യവും തരണമേ എന്ന അപേക്ഷയോടുകൂടെ, ഈശോയെ കണ്ടെത്താനായിട്ടുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ ആ വഴിയിൽ ഞങ്ങൾക്ക് കൂട്ടുനിൽക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയും നമ്മൾ ആ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടില്ലേ എന്നുള്ളതാണ് ചോദ്യം. വചനം പറയുന്നത് പോലെ കർത്താവിനെ തേടാനുള്ള സമയമാണിത്. നിരന്തരം കർത്താവിൻ്റെ സാന്നിധ്യം തേടുക. ഇനിയും അവിടുത്തെ അന്വേഷിക്കാതെ എത്ര കാലം നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്ന വിചാരിക്കണേ. തമ്പുരാനെ, നിന്നെ അന്വേഷിച്ചു തുടങ്ങാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.